എന്നാ ശരി മോളെ, ഞാനിത് കൊണ്ടേ നടട്ടെ. ശരി കേട്ടാ. അവളുടെ വീട്ടിൽ എന്തോരം പോവാണ് ഉണ്ടാക്കണത്. അതേപോലെ തന്നെ ആക്കണം, നല്ലോണം വളർത്തണം ഇതിനെ. എന്താണ് രമേ നടണത്? രമേ മഞ്ഞ ചെമ്പരത്തിയാണ്. ഇന്ന് ഗീതയുടെ വീട്ടിലായിരുന്നല്ല കുടുംബശ്രീ. അവിടെ പോയപ്പോഴേ നിറയെ പൂത്ത് നിൽക്കണം, എന്ത് രസോട് കാണാൻ. അപ്പൊ ഞാനൊരു കൊമ്പ് ചോദിച്ചോണ്ട് വന്നാണത്. ഞാൻ എന്തിട്ടാണ് നടന്നേന്ന് ഓർത്താണ് ഞാൻ ചോദിച്ചത്. അല്ല അമ്മേ, അവളും വന്നാ? അവര് വന്നിട്ടില്ല. എന്താന്നാവോ വരാൻ വൈകണത്? വേഗം വരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. അതേ അവൻ വന്നിട്ടല്ല. അവരൊറ്റക്കാണല്ല. അവളെന്തിയപ്പോ? എന്താണ് രണ്ടുപേരുടെ പരിപാടി? അമ്മതേ ഒരു ചെടി കണ്ടായിരുന്നു. അല്ല നീ എന്താണ് ഒറ്റക്ക്? അവളെന്തേ? അവള് വന്നില്ല അമ്മേ. അവള് വന്നില്ലേ? അതെന്താണ്? അതൊന്നും പറയണ്ട. അവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര സങ്കടം ഇങ്ങാടേക്ക് വരാനായിട്ട്. പിന്നെ ചോദിച്ചു 2 ദിവസം നിന്നോട്ടേന്ന്. അവളുടെ അമ്മയെ എല്ലാവരും നിർബന്ധിച്ചപ്പോ ഞാൻ പറയുന്ന പിന്നെ 2 ദിവസം നിന്നോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എല്ലാവരും പരിചയമൊന്നും ആയിട്ടില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും 2 ദിവസം നിന്നിട്ട് വരട്ടെ. എടാ മോനെ, നീ എന്തിനാണ് സമ്മതിക്കാൻ നിന്നത്? ഇപ്പഴേ അവള് പറയണത് കേട്ട് സമ്മതിക്കാൻ നിന്നാലേ പിന്നെ എപ്പോഴും ഇത് തന്നെ ഇരിക്കുള്ളൂ. അവർക്ക് ഏത് നേരം വീട്ടിൽ നിൽക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ നിന്നാലല്ലേ എല്ലാരോട്ട് പരിചയമൊക്കെ ആവുള്ളൂ. അവിടെ പോയി നിന്നാ ഞാൻ ഇവിടത്തെ എല്ലാരും പരിചയപ്പെടാൻ പറ്റുമോ? ഇതൊന്നും ശരിയല്ല. തുടക്കത്തിൽ തന്നെ ഇതൊക്കെ നിർത്തിക്കോട്ടാ. പോട്ടേമേ, ഇപ്രാവശ്യത്തേക്ക് അത് വിട്ടുകളാ, എല്ലാം ശരിയാവും. അടുക്കളയ്ക്ക് ഒരു കറി ഉണ്ടാക്കണുണ്ടായിരുന്നല്ല. എന്ത് കറിയാണെന്നാ വെച്ചത്? മോര് കറി. പായസോ? എന്തൊരു മധുരമുള്ള മോര് കറിക്ക് ഇത്രയും മധുരമുള്ള ഇടാറും കൂടിയില്ല. എന്താണ് രമേ നീ ഒറ്റക്കെന്ന് വർത്താനം പറയണത്? ഇന്ന് മരുമോളായിരുന്നല്ല അടുക്കളയില്ലേ. കറി അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. പായസം പോലെ ഉണ്ട്. മോരറിയില്ല നമ്മൾ ഇത്രയും മധുരം ഇടുവോ? എവിടെ നോക്കട്ടെ. നീ നോക്കമ്മ. കറിക്ക് കുഴപ്പമൊന്നുമില്ലല്ല, നല്ല കറിയാണ്. പക്ഷെ നമ്മൾ വെക്കണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മ വെക്കണ രീതി ആ കൊച്ചിനറിയോ? നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാ? ഇതൊക്കെ എന്ത് പറഞ്ഞു കൊടുക്കാനായിട്ട്? ഇതൊക്കെ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ആ കൊച്ചിനെ ഉണ്ടാക്കാൻ അറിയാൻ പറ്റുന്ന രീതിയിൽ ആ കൊച്ചുണ്ടാക്കി. അതിനെ കുറ്റം പറയാൻ പറ്റൂല. അതിന്റെ വീട്ടിൽ അങ്ങനെ ഇരിക്കാതെ ഉണ്ടാക്കണത്. എന്തായാലും കറി മോശമല്ല. എന്റെ അമ്മേ, എന്തായാലും നമ്മൾ ഉണ്ടാക്കണ പോലെ വന്നില്ല. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഇനി ഇതിന്റെ വലിയൊരു സംസാരം വേണ്ട. ഞാനേ അവനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. നീ ഇറങ്ങി വന്നേണ. നിന്നെ അന്വേഷിച്ചാൽ മുകളിലേക്ക് വന്നിരുന്നു. എന്താണമ്മേ? അതെ, അമ്മ ഒരു കാര്യം പറയാം. മോന് വിഷമൊന്നും തോന്നരുത്. എന്താണമ്മേ കാര്യം പറ? മോൻ അവളോട് പറയണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട്. ഇന്നൊരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പായസം പോലെയുണ്ട്. മോരറിയാണെന്ന്, മോരറി. എന്റെ അമ്മേ, അമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്യ്. ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ളത് അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്ക്. അവക്ക് അറിഞ്ഞൂടല്ല, അവരുടെ വീട്ടിൽ നിന്ന് വന്നതല്ലേ. ഞാനെന്ത് പറഞ്ഞു കൊടുക്കാൻ? ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം. ഞാൻ അവളോട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാല് അവളത് അവളുടെ വീട്ടിൽ വിളിച്ചോടും. ലാസ്റ്റ് പറയും അമ്മായിയമ്മ പോരാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നീ പറഞ്ഞു കൊടുക്ക അവളോട് കാര്യങ്ങളെല്ലാം. ഞാൻ നോക്കട്ടെ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പോരെ? പിന്നെ അത് മാത്രമല്ല, ഇവിടെ കണ്ട് ജീവിക്കണ ഒരു മനുഷ്യര് തന്നെയാണ്. ഞങ്ങളോടൊക്കെ സംസാരിക്ക. ഏത് നേരം പെരക്കാത്ത കയറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കട്ടാ. ഇതെന്ത് കഷ്ടമാണ്. അവള് പറയണത് അമ്മ ആരും മിണ്ടണില്ലാന്ന്. അമ്മ പറയണത് അവള് മിണ്ടണില്ലാന്ന്. ദൈവം വെച്ചിരുത്താന്റെയും കടലെന്ന് എടുക്കുന്ന പറഞ്ഞവരല്ല എന്റെ അവസ്ഥ. എടി ഞാൻ പറയാടി, അവിടെ അവരൊക്കെ ഉണ്ട്. എന്റെ ശാന്തേ, നീയൊന്നും വിചാരിക്കണ പോലെ അല്ലടി. ഇവിടത്തെ പെൺകൊച്ച് ഒരു കാര്യം ചെയ്യൂല, അറിഞ്ഞൊന്നും ചെയ്യൂലടി. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഇട്ടില്ലേ, മര്യാദക്ക് ഈ വീട്ടിൽ പോലും നിന്നിട്ടില്ല. 2 ദിവസം കൂടുമ്പോഴത്തേക്കും അപ്പഴത്തേക്കും വീട്ടിൽ പോകണം.
വീട്ടിൽ പോണം, പിന്നെ വീട്ടിലേക്കോ. ഈ അടുത്തൊന്നും കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഈ ഏത് നേരം ഈ ഓടി ഓടി പോണത്. ആരെ വിളിച്ചാണ് മരുമോളെ പറ്റി കുറ്റം പറയണത്? എന്നാലും നീ ഒരു കാര്യത്തില് ഭാഗ്യവതിയാടി. നിനക്ക് നല്ലൊരു മരുമോളെ കിട്ടിയല്ല. നിന്റെ പോലത്തൊരു മരുമോളെയാണ് ശാന്തേ ഞാനും ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയതാ ഒരക്ഷരം മിണ്ടേമില്ല. ഇച്ചിരി സമയം കിട്ടി കഴിഞ്ഞാല് റൂമിൽ കയറി ഇരിക്കും. പക്ഷെ നിന്റെ മരുമോൾ അങ്ങനെയൊന്നും അല്ലല്ല. നിന്നോട് എന്ത് സ്നേഹമാണ്. നിങ്ങൾ ഒരുമിച്ച് എല്ലായിടത്തും പോണതും ഇതൊക്കെ കണ്ടപ്പോ ഞാൻ അങ്ങനത്തെ ഒരു മരുമോളെയാണ് ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് ദൈവം തന്നില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ല. നമ്മൾ ആഗ്രഹിക്കണ നമുക്ക് കിട്ടൂലല്ല, വിധി. എന്നാ ശരി ശാന്തേ, വെച്ചോ. ശരി. രമേ, നീ ആരെ വിളിച്ചാണെങ്കിൽ കൊച്ചിട്ട് കുറ്റം പറയണത്? ഞാൻ ശാന്തനെ വിളിച്ചാണ്. ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ല. ഞാനുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്തുള്ളതല്ലേന്ന് നീ ഇപ്പൊ ഫോണിൽ കൂടെ വിളിച്ചു പറയണത് ഞാൻ കേട്ടതല്ലേ. എന്താണ് കൊച്ചിനിപ്പോ കുഴപ്പം? അപ്പൊ ഒരു കുഴപ്പമില്ല, എല്ലാം തികഞ്ഞതാണ്. അമ്മ ശാന്തയുടെ ഗീതയുടെയൊക്കെ മരുമക്കളെ കണ്ടിട്ടുണ്ടാ? എന്ത് സ്നേഹമുള്ള മക്കളാണെന്നാ. അതുമല്ല ആ വീട്ടില് അവരെല്ലാരും കൂടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണതും എവിടെയെങ്കിലൊക്കെ പോണതൊക്കെ. എന്ത് രസമാണെന്നാ. അത് കണ്ടിട്ടുണ്ടാ അമ്മ? എന്നിട്ട് നമ്മുടെ മരുമോൾ അങ്ങനെയാണോ? ഇവളൊരു മനുഷ്യരോട് മിണ്ടോ? എന്തിന്? ആ റൂം വിട്ട് പുറത്തിറങ്ങോ? ഒന്നില്ലേ ആ റൂമില്, അല്ലെങ്കിൽ ഏത് നേരം അവക്കടെ വീട്ടിൽ പോണം. ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങള് കണ്ടറിഞ്ഞ അവള് ചെയ്യാറുണ്ടാ? സത്യം പറയാലമ്മേ, ഞാൻ ആഗ്രഹിച്ചതേ ശാന്തക്കും ഗീതക്കും കിട്ടിയ മരുമക്കളൊക്കെ ഉണ്ടാ. അതേപോലത്തെ ഒരു മരുമോളാണ് ഞാനും ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയതാ എന്ത് പറയാനാണ്, വിധി. അതെല്ലേ, എന്ത് ചെയ്യാനാണ്, വിധി. അല്ല രമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണമ്മേ? ചോദിക്ക്. അല്ല, നീ കഴിഞ്ഞ ദിവസം കുടുംബശ്രീക്ക് ഗീതരട്ടി പോയി വന്നപ്പോ ഒരു ചെമ്പരത്തി ഉണ്ടെന്നല്ല, അത് പൂത്തുലഞ്ഞ? അതെങ്ങനെ പൂത്തുലയാനാണ്? അതില് പൂവുണ്ടാവാനൊക്കെ അത് കൊണ്ടൊന്ന് നട്ടിട്ടല്ലുള്ളൂ. വേര് പോലും പിടിച്ചിട്ടുണ്ടാവൂല. അതിന് ഇനി വെള്ളവും വളമൊക്കെ ഒഴിക്കണം. അടുത്ത കൊല്ലോ 2 കൊല്ലോ ഒക്കെ കഴിയുമ്പോഴത്തേക്കും അത് നല്ലോണം പിടിച്ചു വരും. അപ്പൊ നല്ലോണം പൂത്തുലയും ചെയ്യും. അതെല്ലേ, കുറച്ച് സമയം എടുക്കുമല്ലേ? സമയം എടുക്കും. നമ്മൾ നോക്കണ പോലെ ഇരിക്കും. പിടിച്ചു കിട്ടിയാ രക്ഷപ്പെട്ട്. അപ്പൊ നിനക്കറിയാം, ഒരു ചെടി ഉണ്ടെന്ന് നട്ടാല് വേഗം പൂവുണ്ടാവൂലെന്ന് നിനക്കറിയാം അല്ലേ രമേ? അതെനിക്കറിയാം. പിന്നെ നമ്മ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. അതിൽ പെട്ടെന്ന് പൂണ്ടാവാനും പോണില്ല. ഇപ്പൊ നീ കൊണ്ട് നട്ട ചെടിയില്ലേ, അതുപോലെ തന്നെയാണ് നിന്റെ മരുമോളും. അവള് വേറൊരു വീട്ടിൽ വളർന്നിട്ട് അവിടെ നിന്ന് പറിച്ചാണ് നമ്മുടെ വീട്ടിൽ കൊണ്ട് നട്ടാക്കണത്. നമ്മുടെ വീട്ടിൽ അതിന്റെ വേര് പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അത് സ്വാഭാവികമാണ്. അതിന് വേണ്ടി നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിന്റെ ചെടിക്ക് നീ വെള്ളവും വളവും കൊടുക്കണമെങ്കിൽ നിന്റെ മരുമോക്ക് നീ സ്നേഹവും സപ്പോർട്ടും കൊടുക്കേണ്ടത്. അങ്ങനെ നീ ഒന്ന് ചെയ്തു നോക്കിയേ. അപ്പൊ നീ ആഗ്രഹിച്ച പോലത്തെ മരുമോള് നിനക്ക് കിട്ടും. ഇതൊന്നും ചെയ്യാതെ ചെടി കൊണ്ടത് നട്ട് വ്യത്യാസം പൂവുണ്ടാവണോന്ന് പറഞ്ഞാ അതൊന്നും നടക്കില്ല രമേ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായ? അതെ, വാച്ചമ്മ പറഞ്ഞ കാര്യം 100% സത്യമല്ലേ. നമ്മൾ ഒരു ചെടി പറിച്ചു നടുമ്പോൾ അതിന് വളരാൻ വേണ്ട വെള്ളവും വളവും എല്ലാം കൊടുത്ത് നമ്മൾ അതിനെ പരിപാലിക്കാറുണ്ട്. അതുപോലെ തന്നെയല്ലേ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന മരുമകളും. മറ്റൊരു ജീവിത സാഹചര്യത്തിൽ ജീവിച്ച് വളർന്നവരാണ് അവർ. അവർക്ക് നിങ്ങളുടെ ചുറ്റുപാടുമായി പൊരുത്തപ്പെടാൻ ആവശ്യത്തിന് സമയം നമ്മൾ കൊടുക്കണ്ടേ? അല്ലാതെ വരുന്ന അന്ന് മുതൽ നിങ്ങൾ പറയുന്ന പോലെ ആവണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകും? ഒരിക്കലുമില്ല. അവർക്ക് ആവശ്യത്തിനുള്ള സ്നേഹവും സപ്പോർട്ടും നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മരുമകളാവാനും അവർക്ക് സാധിക്കും. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.